എവ്രിവൺ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ജൂൺ 2-ന് സ്കൂൾസ് ഓപ്പൺ ചെയ്യുന്ന കാര്യം അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ മക്കൾക്ക് മാത്രമല്ല നിങ്ങളുടെ പാരൻസും കൂടി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജൂൺ 2-ന് സ്കൂൾസ് തുറക്കുകയാണെങ്കിലും നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേഷനാണ് ഇത്. അതായത് സ്കൂൾ തുറന്നാൽ 2 ആഴ്ച പുസ്തകം അടച്ചു വെച്ചുള്ള പഠനം മാർഗരേഖ ഉടൻ. അതായത് സ്കൂൾ 2-ന് നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കുമായിട്ടൊന്നും സ്കൂളിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനില്ലാത്ത കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് ന്യൂസ് നോക്കാം. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യ ആഴ്ചകളിൽ പാഠഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള പഠനത്തിനാണ് നിർദ്ദേശം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പാഠപുസ്തകം അടച്ചു വെച്ചിട്ട് പഠിക്കാനുള്ള പുതുതായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ അക്രമവാസന, ലഹരി ഉപയോഗം എന്നിവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ക്ലാസുകൾ. ലഹരി ഉപയോഗം തടയൽ, അക്രമവാസന തടയൽ, വാഹന ഉപയോഗം, പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം, വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ, പൊതുമുതൽ നശീകരണം ഒഴിവാക്കുക, ആരോഗ്യ പരിപാലനം, നിയമബോധവൽക്കരണം, മൊബൈൽ ഫോണിനോടുള്ള അമിതാസക്തി, ഡിജിറ്റൽ ഡിസിപ്ലിൻ, ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസുകൾ നടക്കുക. അതായത് ഇപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പോകാന്ന് പറയുന്നത് വെറുതെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാൻ മാത്രമല്ല അല്ലേ. അതായത് സ്കൂളിൽ നിന്നാണ് നമുക്ക് പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറിലെല്ലാം നമ്മൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അത് കുഞ്ഞു കുട്ടികൾ വരെ അത് ഉപയോഗിക്കുക, ആ സാധനങ്ങൾ വിൽക്കുക അല്ലേ. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ക്ലാസ്സസ് ആയിരിക്കും ആദ്യത്തെ ആഴ്ചകളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് ഇങ്ങനെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് സമൂഹത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉന്നത തലത്തിൽ നിന്ന് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അതായത് പോലീസ്, എക്സൈസ്, ബാലാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള ഉന്നത തലത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും ക്ലാസ്സസ് എടുക്കുക. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലാണ് ഈ ഒരു പാഠ്യപദ്ധതി നൽകുന്നത്. അതായത് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സസ് നമ്മൾ നൽകുന്നതായിരിക്കും. ആദ്യ 2 ആഴ്ചത്തെ ക്ലാസ്സുകൾക്ക് ശേഷം പാഠപുസ്തകങ്ങളുടെ പഠനം ആരംഭിക്കും. ജൂലൈ 18 മുതൽ ഒരാഴ്ചയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. ഇതിൻ്റെ മാർഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് എന്താണോ വേണ്ടത്, സ്കൂൾ തുറക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു വഴിയിലോട്ട് നമ്മൾ സഞ്ചരിക്കാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സസ് ഇനി മുതൽ നമുക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പക്ഷേ എൻ്റെ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനായിരിക്കും, ഇപ്പോൾ ഈ ക്ലാസ്സസൊക്കെ നടന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ എക്സാമൊക്കെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരിക്കും. സോ ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. പക്ഷേ കുറേ നേരമൊന്നും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല. മാക്സിമം ഒരു 40 to 45 മിനിറ്റ്സ് മാക്സിമം അത്ര സമയം നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം, ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു മാർഗരേഖ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.